ആൽക്കഹോൾ മെറ്റബോളിസം ഇൻ ഹ്യൂമൻ ബോഡി. അപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? ആൽക്കഹോൾ മെറ്റബോളിസം ഇൻ ഹ്യൂമൻ ബോഡി. അപ്പോൾ ഈ ആൽക്കഹോൾ മെറ്റബോളിസം എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയോ? ആൽക്കഹോൾ മെറ്റബോളിസം എവിടെയാണ് നടക്കുന്നത്? എന്താണ് ഈ ആൽക്കഹോൾ മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്തിനാണ് നമ്മൾ ഈ ആൽക്കഹോൾ മെറ്റബോളിസം എന്ന് പറയുന്നത്? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നില്ലേ? ഈ ആൽക്കഹോൾ മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മദ്യം, ആൽക്കഹോള് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് കയറുന്നത്, ഓക്കെ, നമ്മുടെ മദ്യം ശരീരത്തിൽ എങ്ങനെയാണ് പോകുന്നത്, അതാണ് ആൽക്കഹോൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ലിവറിലാണ്, നമ്മുടെ കരളിലാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ആൽക്കഹോൾ മെറ്റബോളിസം എന്ന് പറയുന്നത്? ആൽക്കഹോൾ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ, അത് മെയിനായിട്ട് നമ്മൾ എഥനോൾ ആണ് ഇവിടെ വരുന്നത്. എഥനോൾ, ഓക്കെ. അതെ അതെ അതെ, മദ്യമല്ലേ ആൽക്കഹോൾ. മദ്യത്തില് നമ്മളിവിടെ വരുന്നത് എഥനോൾ ആണ് കേട്ടോ, എഥനോൾ ആണ്. എഥനോളിൻ അറിയണ എന്താണ്? സാലിസിലിക് ആരാണ്? സാനിറ്റൈസർ, ഓക്കെ. അതില് കണ്ടൻസ് വരുന്നതേ ഉള്ളൂ. ഇപ്പം ആൽക്കഹോൾ, നമ്മുടെ മദ്യമില്ലേ ആൽക്കഹോൾ, അതില് എഥനോള് ആണ് ഇവിടെ വരുന്നത്. എഥനോള് നമ്മുടെ ശരീരത്തിൽ, ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എഥനോളാണ് അവിടെ വരുന്നത്. അപ്പൊ എഥനോള് നമ്മുടെ ശരീരത്തില് പ്രവേശിച്ചാല് അത് ശരീരത്തിൽ എന്ത് ചെയ്യില്ല, തുടർന്ന് നിൽക്കില്ല. അത് നേരെ ലിവറിലേക്കായിരിക്കും. എൻസൈമുകളുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ ആകും, അതായത് മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നു. അതാണ് ആൽക്കഹോൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കഹോൾ എന്ത് ചെയ്യും, എഥനോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് അത് ശരീരത്തിൽ തുടരത്തില്ല, ഡയറക്റ്റ്ലി എന്ത് ചെയ്യും, ലിവറിലേക്ക് എൻസൈമുകളുടെ ഹെൽപ്പോട് കൂടി ലിവറിലേക്ക് പോകും, ബ്രേക്ക് ഡൗൺ ആകും. അതിനാണ് നമ്മൾ മെറ്റബോളൈസ് ചെയ്യാന്ന് പറയുന്നത്. അതാണ് മെയിനായിട്ട് വരുന്നത്. ലിവറിലാണ് കേട്ടോ, ലിവറിലാണ് വരുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആൽക്കഹോൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസത്തിന്റെ സൈറ്റ് എന്ന് പറയുന്നത് എന്താ, മെയിൻ ഓർഗൻ എന്ന് പറയുന്നത് ലിവറാണ്. ലിവറിലേക്കാണ് ലിവറിലേക്കാണ് ഈ ആൽക്കഹോൾ ചെല്ലുന്നത്. പിന്നെ മെയിൻ ഓർഗൻ, അത് സൈറ്റ് ചെയ്യുന്ന, മെറ്റബോളിസം സൈറ്റ് ചെയ്യുന്ന മെയിൻ ഓർഗൻ എന്ന് പറയുന്നത് ലിവറാണ്. പിന്നെ സ്റ്റൊമക്ക്, ബ്രെയിന്, കിഡ്നിയിലൊക്കെ മൈനർ എമൗണ്ട് ആയിട്ടായിരിക്കും ഈ ആൽക്കഹോൾ ബാധിക്കുന്നുണ്ടാവുക. ഇനി കൺവേർഷൻ ഓഫ് എഥനോൾ, ഇവിടെ ഒരു സ്റ്റെപ്പ് 1 ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ നടക്കുന്ന ഒരു കൺവേർഷൻ ആണ്. എഥനോൾ എന്ത് ചെയ്യും, അസറ്റാൽഡിഹൈഡ് ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. എഥനോൾ എന്തായിട്ട് മാറും, അസറ്റാൽഡിഹൈഡ് ആയിട്ട് കൺവേർട്ട് ആകും. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് വഴി ADH ആയിട്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എഥനോള് എങ്ങനെയാണ് നമ്മളുടെ ഇതിലേക്ക് എങ്ങനെയാ പ്രവേശിക്കുന്നത്, എങ്ങനെയാ എഥനോള്? ഈ ഡയഗ്രാമില് ലെഫ്റ്റ് സൈഡ് കാണുന്നത് എഥനോൾ ആണ്. എഥനോൾ എന്ത് ചെയ്യും, എഥനോള് ആൽക്കഹോൾ ആണ്. എഥനോള് ബ്ലഡ് വഴി ലിവറിൽ എത്തും. ഓക്കെ, ബ്ലഡ് വഴി ലിവറിൽ എത്തും. കണ്ടോ, ബ്ലഡ് വഴി ലിവറിൽ എത്തുന്നു. ആക്ഷൻ ഓഫ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്, ADH ആയിട്ട് മാറും. അത് ADH, ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. അവിടെ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിന്റെ ആക്ഷൻ വരുന്നു. ഇപ്പൊ ഫിഗറിൽ എഥനോളിന്റെ താഴെ ആരാ വരുന്നത്, ആൽക്കഹോൾ ADH ആണ് അല്ലെ. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് നമുക്ക് കാണാം. എന്തോ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് നമുക്ക് കാണാം. ഇപ്പൊ ADH എന്നാണ് നമ്മൾ പറയുന്നത്. ADH എൻസൈം എഥനോളിനെ എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. NAD എന്ന് പറഞ്ഞാൽ ആരാ, NAD
NAD+ എന്ന് പറയുന്നത് ഒരു കോ എൻസൈം ആണ്. കോ എൻസൈം, അതിന്റെ ഫുൾ ഫോം എന്താ NADയുടെ? ആ ആ ആ നിക്കോട്ടിനമൈഡ് അഡനിൻ ഡൈന്യൂക്ലിയോടൈഡ് എന്നാണ്. ഇതൊരു കോ എൻസൈം ആണ് NAD+. അപ്പോൾ സ്റ്റെപ്പ് 1 ഒരു കൺവേർഷൻ ഓഫ് എഥനോൾ ടു അസറ്റാൽഡിഹൈഡ്. എൻസൈം ഇൻവോൾവ് ആയിരിക്കുന്ന എന്താ? ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ആണ്, ADH ആണ്. കോ എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നത് NAD+ ആണ്, നിക്കോട്ടിനമൈഡ് അഡനിൻ ഡൈന്യൂക്ലിയോടൈഡ് ആണ്. അപ്പൊ ഈ എഥനോളും NAD+ഉം ചേർന്ന് എന്തായി മാറുന്നു? അസറ്റാൽഡിഹൈഡും അതേപോലെ തന്നെ NADH-ഉം H+ഉമായിട്ട് അത് മാറും. NADH എന്ന് പറയുന്നത് ആരാ? NADH അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, എഥനോള് ഒരു ആൽക്കഹോൾ ആണ്. ADH എൻസൈം എന്ത് ചെയ്യും? എഥനോളിൽ നിന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. കണ്ടോ, ഹൈഡ്രജനെ റിമൂവ് ചെയ്യും. ഹൈഡ്രജന് റിമൂവ് ചെയ്തിട്ട് NAD+ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്തിട്ട് NADH ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? എഥനോൾ അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറുന്നത്. മനസ്സിലായോ? അസറ്റാൽഡിഹൈഡ് വളരെ ടോക്സിക് ആണ്. അതായത് നമുക്ക് ഹെഡേക്ക്, നോസിയ, ഹാങ് ഓവർ, ലിവർ ഡാമേജ് ഒക്കെ പോലെയുള്ള പ്രശ്നങ്ങൾ ഈ അസറ്റാൽഡിഹൈഡ് ഉണ്ടാക്കും. ഈ NAD+ എന്ന് പറയുന്നത്, ഈ NAD+ന്റെ റോൾ എന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NAD+ ഒരു ഡീഹൈഡ്രജനേറ്റിംഗ് ഏജന്റ് ആണ്. ഹൈഡ്രജൻ സ്വീകരിച്ച് NADH ആകുന്നു. ആൽക്കഹോൾ എന്ത് ചെയ്യുന്നു? ഓക്സിഡേഷൻ നടക്കാൻ അതെന്താവുന്നു? NAD+നെ ആവശ്യമുണ്ട്, അല്ലേ? ആൽക്കഹോളിന് ഒരു ഓക്സിഡേഷൻ നടക്കണമെങ്കിൽ NAD+നെ ആവശ്യമുണ്ട്. അപ്പൊ NAD+ എന്ത് ചെയ്യുന്നു? NADH റേഷ്യോ കൂടുന്നത് മെറ്റബോളിക് പ്രോബ്ലംസ് ഉണ്ടാക്കും. മനസ്സിലായോ? അതാണ് സ്റ്റെപ്പ് 1 നടക്കുന്നത്. ഇനി സ്റ്റെപ്പ് 2 കൺവേർഷൻ ഓഫ് അസറ്റാൽഡിഹൈഡ് ടു അസറ്റേറ്റ്. ഈ അസറ്റാൽഡിഹൈഡ് കൺവേർഷൻ നടത്തി എന്തായി മാറുന്നു? ഒരു അസറ്റേറ്റ് ആയിട്ട് മാറുന്നു. അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് ആണ്, ALDH ആണ്. മെയിൻലി മൈറ്റോകോൺട്രിയയിൽ. ഇപ്പൊ ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അസറ്റാൽഡിഹൈഡും NAD+ഉം കൂടി റിയാക്ട് ചെയ്ത് എന്തായി മാറുന്നു? അസറ്റേറ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ബൈ പ്രൊഡക്റ്റ് NADH ആകുന്നു. ഇപ്പൊ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ അസറ്റാൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്യപ്പെടുക. ആദ്യം അസറ്റാൽഡിഹൈഡ് ആയി, എന്നിട്ട് അസറ്റാൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. ലെസ് ടോക്സിക് ആയ അസറ്റേറ്റ് എന്ത് ചെയ്യും? ഫോം ആകും. ഓക്കെ, വീണ്ടും NAD+ NADH ആയിട്ട് മാറും. NADH ആയിട്ട് മാറും. അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ALDH എന്ന് പറയുന്നത് ആരാ? അസറ്റാൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് ആണ്, ALDH. അപ്പൊ ALDH സ്ലോ ആണെങ്കിൽ അസറ്റാൽഡിഹൈഡ് അക്യുമുലേറ്റ് ചെയ്യും. ഇപ്പൊ ഫേഷ്യൽ ഫ്ലഷിങ്, വോമിറ്റിംഗ്, ലിവർ ഡാമേജ് ഒക്കെ അവിടെ ഉണ്ടാകും. ഇപ്പൊ പല നമ്മൾ വാർത്തയിലും ഒക്കെ വായിക്കാറില്ലേ, ഒരുപാട് ആൾക്കാർ ലിവറിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നതില് അവർക്ക് ഈ പറയുന്ന പോലെ ആൽക്കഹോളിന് അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൽക്കഹോൾ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ലിവർ ഡാമേജും പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ ആൽക്കഹോൾ ഡയറക്റ്റ്ലി ബാധിക്കുന്നത് നമ്മുടെ ലിവറിലേക്കായിരിക്കും. ഈ ബ്രെയിനിനെ ബാധിക്കും, എല്ലാം ബാധിക്കും. ബ്രെയിനിനെയൊക്കെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ മേജർ ഓർഗൻ എന്ന് പറയുന്നത് ആരാ? ലിവർ ആയിരിക്കും. ലിവർ എൻസൈം വഴി ഡയറക്റ്റ്ലി പോകുന്നത് ലിവറിലേക്കായിരിക്കും. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3 നടക്കുന്നതാണ് ഈ അസറ്റേറ്റ് എന്ത് ചെയ്യും? അസറ്റൈൽ CoA സിന്തറ്റൈസ് ആയിട്ട് മാറും. അതിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അസറ്റൈൽ CoA എന്ന് പറഞ്ഞാൽ എനർജി പ്രൊഡക്ഷൻ ആണ്. TCA സൈക്കിൾ പോലെ എനർജി പ്രൊഡക്ഷൻ ആണ്. ഫാറ്റ് ഉണ്ടാക്കും, കൊളസ്ട്രോൾ ഉണ്ടാക്കും. ഫാറ്റ് സിന്തസിസ് ആണ്, കൊളസ്ട്രോൾ സിന്തസിസ് ആണ്. ഇതൊക്കെയാണ് അവരുടെ റോൾസ് വരുന്നത്, ഈ അസറ്റൈൽ CoA സിന്തസിസിന്റെ റോള് വരുന്നത്. ഓക്കെ, അസറ്റേറ്റിന്
ആദ്യം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ അസറ്റേറ്റ് പിന്നെ അസറ്റൈൽ CO സിന്തറ്റൈസ് ആയിട്ട് മാറുന്നു. അതായത് ഫോർമേഷൻ ഓഫ് അസറ്റാൽഡിഹൈഡ് ഉണ്ടായല്ലോ. അസറ്റാൽഡിഹൈഡ് ഉണ്ടായതിനു ശേഷം, അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അസറ്റാൽഡിഹൈഡ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഹാങ് ഓവർ ആൻഡ് ലിവർ ഡാമേജ് വരെ ഉണ്ടാക്കും ഈ അസറ്റാൽഡിഹൈഡ്. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നു, ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ്, ആക്ഷൻ ഓഫ് ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ്, ALDH. ഈ ALDH നമുക്ക് കാണാം അസറ്റാൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. NAD+ വീണ്ടും എന്തായി മാറി, NADH ആയി മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ ALDH കൺവേർട്ട് ചെയ്ത് ടോക്സിക്, ALDH കൺവേർട്ട്സ് ടോക്സിക് അസറ്റാൽഡിഹൈഡ് ഇൻറ്റു ലെസ് ടോക്സിക് അസറ്റേറ്റ് ആയിട്ട് മാറുന്നു. അസറ്റാൽഡിഹൈഡിനേക്കാളും കുറച്ച് ലെസ് ആയിട്ടുള്ള ഒരു ടോക്സിക് ആണ് അസറ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ALDH കൺവേർട്ട് ചെയ്ത് ടോക്സിക് അസറ്റാൽഡിഹൈഡിൽ നിന്ന് അതെന്തായി മാറ്റുന്നു, ലെസ് ടോക്സിക് അസറ്റേറ്റിനെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഫോർമേഷൻ ഓഫ് അസറ്റേറ്റ് ഉണ്ടാവുന്നു. അസറ്റേറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് CH3COO- ആണ്. ഇത് ബ്ലഡ് വഴി എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്യുന്നു. ബ്ലഡ് വഴി ഇത് സർക്കുലേറ്റ് ചെയ്ത് അസറ്റേറ്റ് എന്തായി മാറുന്നു, അസറ്റൈൽ COA സിന്തസിസ് ആയിട്ട് മാറുന്നു. അതാണ് ലാസ്റ്റ് പാർട്ട്, എൻസീം. ഇവിടുത്തെ എൻസീം എന്ന് പറയുന്നത് അസറ്റൈൽ COA സിന്തറ്റൈസ് ആണ്. അസറ്റേറ്റ് എന്തായി മാറുന്നു, അസറ്റൈൽ COA ആയിട്ട് മാറുന്നു. അപ്പൊ അസറ്റേറ്റ് ഫൈനലി കൺവേർട്ട് ചെയ്ത് അസറ്റൈൽ COA ആയിട്ട് മാറുന്നു. അതെന്ത് ചെയ്യുന്നു, നമ്മുടെ എനർജി മെറ്റബോളിസത്തിലേക്ക് എൻ്റർ ആവുന്നു. ആ ഒരു എനർജി ആയിട്ട് മെറ്റബോളിസത്തിലേക്ക്, വിച്ച് എൻഡേഴ്സ് എനർജി മെറ്റബോളിസം. അപ്പോൾ റോൾ ഓഫ് NAD+ നമ്മുടെ ഈ ഫിഗറിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഡയഗ്രാമിൽ NAD+ NADH സൈക്കിൾ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം അല്ലേ. അപ്പൊ ഈ NAD+ എന്ന് പറയുന്നത് ഹൈഡ്രജൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എക്സസ് ആയിട്ടുള്ള ആൽക്കഹോൾ ആണ് എന്തെന്ന് പറയുന്നത്, ഈ എക്സസ് ആയിട്ടുള്ള ആൽക്കഹോൾ NADH എന്ത് ചെയ്യുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഈ ഫിഗറിൽ നമുക്ക് മെറ്റബോളിക് ഇംബാലൻസ് കാണിക്കും. അതുപോലെ തന്നെ ഫാറ്റി ലിവർ അവിടെ ഉണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കരൾ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാകുന്നത്. പിന്നെ എന്തോ ഇത് നമുക്ക് അറിയുന്ന പോലെ, കാരണം ഇതിപ്പം ആദ്യം എന്താ, ഫസ്റ്റ് സ്റ്റെപ്പ് എത്തനോള് അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു, പിന്നെ അത് അസറ്റേറ്റ് ആയിട്ട് മാറുന്നു, പിന്നെ അസറ്റൈൽ CO സിന്തസിസ് നടക്കുന്നു, അസറ്റൈൽ COA ആയിട്ട് മാറുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് നടക്കുന്നത്, ഇവിടെ ആൽക്കഹോൾ ഡീഹൈഡ്രേറ്റ് ADH NAD+, NADH ആയിട്ട് മാറുന്നു, NADH വീണ്ടും NADH ആയിട്ട് മാറുന്നു. അങ്ങനെ ആ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. അപ്പൊ കുറച്ചുകൂടി ഒരു ഇംപ്രഷൻ ആയിരിക്കും നോക്കുന്ന ആൾക്ക്. പിന്നെ ഈ ഒരു ഡയഗ്രാം, ഈ ഒരു സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫിഗറിൽ എഥനോൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് കൺവേർട്ട് ചെയ്ത് ഒരു അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. ADHഉം NAD+ഉം വഴി അസറ്റാൽഡിഹൈഡ് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്ത് അസറ്റേറ്റ് ആയിട്ട് മാറുന്നു. എന്ത് വഴി, ALDH വഴി. ഓക്കെ, ALDH അസറ്റാൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് വഴി അസറ്റേറ്റ് കൺവേർട്ട് ചെയ്ത് അസറ്റൈൽ COA ആയിട്ട് മാറുന്നു. എക്സസ് ആയിട്ടുള്ള ആൽക്കഹോള് ലീഡ് ചെയ്ത് അത് എന്തായി മാറുന്നു, NADH ആയിട്ട് മാറുന്നു. അക്യുമുലേഷൻ ഉണ്ട്. എക്സസ് ആയിട്ടുള്ള ആൽക്കഹോള് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് എന്തിനെ ലീഡ് ചെയ്യുന്നു, NADH അക്യുമുലേഷൻ നടക്കും. അതുപോലെ തന്നെ ലിവർ ഡാമേജും നടക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആൽക്കഹോൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. ആൽക്കഹോൾ മെറ്റബോളിസം ബൈ ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ കൊച്ചിലെ മുതലേ നമുക്കറിയാം, മദ്യം കഴിക്കരുത്, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പം ഈ രീതിയിലായിരിക്കും നമ്മുടെ ബോഡിയിൽ ഈ ആൽക്കഹോൾ മെറ്റബോളിസം നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എഥനോൾ എന്ത് ചെയ്യുന്നു, പറഞ്ഞു എന്താ, അപ്പൊ എഥനോൾ അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. നമ്മൾ കുടിക്കുന്ന ആൽക്കഹോൾ അത് എഥനോൾ ആണ് കേട്ടോ. ലിവറിലുള്ള എൻസൈം എന്ന് പറയുന്നത് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ആണ്, ADH ആണ്. കോ എൻസൈം ആണ് എന്തെന്ന് പറയുന്നത്, NAD+ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ NAD+ ഹൈഡ്രജൻ എടുത്തിട്ട് NADH ആയിട്ട് മാറുന്നു.
എഥനോള് എന്തായിട്ട് മാറുന്നു? അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. ഈ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക്കാണ്, ഭയങ്കര വിഷമുള്ള സാധനം. നമ്മളുടെ ബോഡിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ അസറ്റാൽഡിഹൈഡ് സ്റ്റെപ്പ് 2 എന്തായിട്ട് മാറുന്നു? അസറ്റേറ്റ് ആയിട്ട് മാറുന്നു. അവിടെ വരുന്ന എൻസൈം എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് ആണ്, ALDH ആണ്. അപ്പൊ ഇവിടെ വീണ്ടും NAD+ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അസറ്റാൽഡിഹൈഡ് ആണ് ഹാങ് ഓവർ, ലിവർ ഡാമേജ് എന്നിവയ്ക്കൊക്കെ കാരണം. ഇപ്പൊ പെട്ടെന്ന് എന്താണ്, നമുക്കിപ്പം മദ്യമൊക്കെ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മദ്യം കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു ഹാങ് ഓവർ ഒക്കെ ഉണ്ടാകത്തില്ലേ ആൾക്കാർക്ക്, അതിൻ്റെയൊക്കെ മെയിൻ റീസൺ ഈ അസറ്റാൽഡിഹൈഡ് ആണ് അത് ഉണ്ടാക്കുന്നത്. അസറ്റാൽഡിഹൈഡ് ആണ് ഹാങ് ഓവറും ലിവർ ഡാമേജിനും ഒക്കെ കാരണമാവുന്നത്. അപ്പൊ ഈ ALDH വേഗം പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ALDH എന്ന് പറയുന്നത് ആരാ? അസറ്റാൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് ആണ്. ഈ ALDH വേഗം അവരുടെ ആ ഒരു പ്രോസസ്സ് നടത്തി കഴിഞ്ഞാൽ, അവർ വേഗം ഇങ്ങനെ ഫങ്ഷനിങ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡാമേജ് കുറയും. അതുകൊണ്ടാണ് അവിടെ അസറ്റാൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് വരുന്നത്, ALDH അവിടെ വരുന്നത് എൻസൈമായിട്ട്. ഓക്കെ, കാരണം അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നത് അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാളുടെ ആ ടോക്സിസിറ്റി കുറയ്ക്കാനായിട്ട് അവിടെ വരുന്ന ഒരു എൻസൈം എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് ആണ്. അപ്പം വീണ്ടും NAD+ ഉപയോഗിക്കുന്നു. അപ്പൊ അസറ്റാൽഡിഹൈഡ് ഹാങ് ഓവറും ലിവർ ഡാമേജും ഒക്കെ ഉണ്ടാക്കും. അപ്പൊ ALDH വേഗം അത് പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ, അവിടെ ഫംഗ്ഷൻ നടത്തി കഴിയുമ്പോൾ ഡാമേജ് കുറയും. പിന്നെയാണ് സ്റ്റെപ്പ് 3 അസറ്റേറ്റ് ഉണ്ടാക്കുന്നത്. അസറ്റേറ്റ് എന്തായിട്ട് മാറുന്നു? അസറ്റൈൽ CoA ആയിട്ട് മാറുന്നു. അവിടെ ആക്ട് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നതാണ് അസറ്റൈൽ CoA സിന്തറ്റൈസ് എന്ന്. അസറ്റേറ്റ് എന്നിട്ട് എന്തായിട്ട് മാറുന്നു? അസറ്റൈൽ CoA ആയിട്ട് മാറുന്നു. ഈ ഫോർമുലയൊക്കെ പഠിച്ചു വെക്കണേ. അപ്പൊ അസറ്റൈൽ CoA എന്ത് ചെയ്യും? എനർജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഫാറ്റ് ആൻഡ് കൊളസ്ട്രോൾ സിന്തസിസിലൊക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ NAD+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അക്സെപ്റ്റർ ആണ്, ഹൈഡ്രജനെ വാങ്ങിക്കുന്ന ആളാണ്. NADH എന്ന് പറയുന്നത് ഹൈഡ്രജൻ എടുത്തൊരു രൂപമാണ്. ഓക്കെ, ഹൈഡ്രജനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു രൂപമാണ്. ആൽക്കഹോൾ ബ്രേക്ക് ഡൗണിൽ NAD+ എന്ത് ചെയ്യുന്നു? NADH റേഷ്യോ കൂടും. ഇത് മെറ്റബോളിസം എന്ത് ചെയ്യും? ഇംബാലൻസ് ഉണ്ടാക്കും. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഓക്കെ, ഈ ROS എന്നൊക്കെ പറയുന്നത് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണേ. ഈ അതർ പാത്വേസ് ആണ്. അതർ പാത്വേസ് എന്ന് പറയുമ്പോൾ മറ്റു വഴികളാണ്. ഓക്കെ, ഇവിടെ CYP2E1 സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ആൽക്കഹോൾ ഇൻടേക്കിൽ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ROS ഉണ്ടാക്കും. അപ്പൊ അത് ലിവർ ഡാമേജ് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ലിവർ ഡാമേജ് ഇൻക്രീസ് ROS ഫോർമേഷൻ. കണ്ടോ? അയ്യോ, അതെല്ലാം ഞാൻ ഇപ്പൊ പറഞ്ഞുപോയ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. NAD+ ഡീഹൈഡ്രോജനേറ്റിംഗ് ഏജന്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. വേറെന്താ? ഇത് ജസ്റ്റ് അവർ കുറച്ചുകൂടി ഒന്ന് ഇതായിട്ട് കാണിച്ചതാ, കുറച്ചുകൂടെ ഒന്ന് എന്താ പറയാ, ഒന്ന് എലാബറേറ്റ് ചെയ്ത് കാണിച്ചു തന്നതാ. ഇത് എഴുതി കൊടുത്താൽ മതി, ഇതിന്റെ ഫോർമുലാസ് പഠിച്ചു വെച്ചാൽ മതി. ഈ ഡയഗ്രാം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ, ഈ ഡയഗ്രാം. അപ്പൊ എഥനോള് എവിടെയായിരുന്നു ഞാൻ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ഹൈ ആൽക്കഹോൾ ഇൻടേക്കിൽ ആക്ടിവേറ്റ് ചെയ്യും. അപ്പം റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ROS ഉണ്ടാകും. അത് ലിവർ ഡാമേജ് ഉണ്ടാക്കുന്ന. അതിന്റെ കാറ്റലിസം എന്ന് പറയുന്നത് ചെറിയ അളവിലെ ആൽക്കഹോൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? മെറ്റബോളൈസ് ചെയ്യത്തുള്ളൂ. അപ്പൊ അതിന് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന
ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അസറ്റാൽഡിഹൈഡ് ആണെങ്കിൽ പ്രോട്ടീനോടും DNA ഒക്കെ എന്ത് ചെയ്യും, ബൈൻഡ് ചെയ്യും. അപ്പോൾ ക്യാൻസർ റിസ്ക് അവിടെ ഇൻക്രീസ് ചെയ്യും, ക്യാൻസർ റിസ്ക് അവിടെ കൂടുതലായിരിക്കും. പ്രോട്ടീനോടും DNA ഒക്കെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻസർ റിസ്ക് അവിടെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ലിവർ എൻലാർജ്മെന്റ് ഉണ്ടാകും. ഹെപ്പറ്റോമെഗാലി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഹെപ്പറ്റോമെഗലി അത് ലിവർ എൻലാർജ്മെന്റ് ആണ്. ബ്രെയിൻ എഫക്റ്റ്, അഡിക്ഷൻ നമുക്ക് ഉണ്ടാകത്തില്ലേ, അഡിക്ഷനിൽ കേട്ടിട്ടുണ്ടോ? അത് ബ്രെയിൻ എഫക്റ്റിൽ വരുന്നതാണ്, അഡിക്ഷൻ ഉണ്ടാക്കും നമുക്ക്. അതുപോലെ തന്നെ മോർ NADH വന്നു കഴിഞ്ഞാൽ ഫാറ്റ് അക്യുമുലേഷൻ വരും, ഫാറ്റി ലിവർ നമുക്ക് വരും. ഇതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ. അപ്പോൾ ഒരു നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ മെറ്റബോളിസം ഇൻ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ എന്താ, എഥനോൾ ആണ് കേട്ടോ. മദ്യം എന്ന് പറയുന്നത് നമ്മുടെ എഥനോൾ ആയിരിക്കും. നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ തുടരത്തില്ല, അത് നേരെ എന്ത് ചെയ്യും, ലിവറിലേക്ക് എൻസൈമുകളുടെ സഹായത്തോടു കൂടി ലിവറിലേക്ക് ചെന്ന് ബ്രേക്ക് ഡൗൺ മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആൽക്കഹോൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ സൈറ്റ് ഏതാ, മെയിൻ ഓർഗൻ ഏതാ ആൽക്കഹോൾ ചെല്ലുന്നത്? ലിവറിലേക്ക്. മൈനർ എമൗണ്ടിലായിരിക്കും സ്റ്റൊമക്കും ബ്രെയിനും കിഡ്നിയും ഒക്കെ ബാധിക്കുന്നുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ കൺവേർഷൻ ഓഫ് എഥനോൾ ടു അസറ്റാൽഡിഹൈഡ് ആയിരിക്കും. എൻസൈം വരുന്നത് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്, കോഎൻസൈം NAD+, നിക്കോട്ടിനമൈഡ് അഥനൈൻ ഡൈന്യൂക്ലിയോടൈഡ് ആയിരിക്കും. ഇനി അതിൻ്റെ ഒരു എഥനോൾ എന്ന് പറയുന്നത് എന്താ, ഒരു ആൽക്കഹോൾ ആണ്. അത് ADH എൻസൈം എഥനോളിൽ നിന്ന് ഹൈഡ്രജൻ റിമൂവ് ചെയ്യും. NAD+ എന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ അക്സെപ്റ്റ് ചെയ്ത് NADH ആയി മാറുന്നു. എഥനോൾ പിന്നെ എന്തായി മാറുന്നു, അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. ഈ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആണ്. അത് ഹെഡേക്ക്, ഹാങ് ഓവർ, നോസിയ, ലിവർ ഡാമേജ് എല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഇനി NAD+ എന്ന് പറയുന്നത്, NAD+ ഒരു ഡീഹൈഡ്രജനേറ്റിംഗ് ഏജന്റ് ആണ്. ഹൈഡ്രജൻ സ്വീകരിച്ച് NADH ആകുന്നു. ആൽക്കഹോൾ ഓക്സിജൻ നടക്കാൻ NAD+ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമാണ്. അപ്പോൾ NAD+ NADH റേഷ്യോ കൂടുന്നത് മെറ്റബോളിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും. ഇനി സ്റ്റെപ്പ് 2 കൺവേർഷൻ ഓഫ് അസറ്റാൽഡിഹൈഡ് ടു അസറ്റേറ്റ് നടക്കുന്നത്. അവിടെ വരുന്ന എൻസൈം ആരാ? അസറ്റാൽഡിഹൈഡ് അസറ്റൈറ്റ് ആയിട്ട് മാറുന്നു. അസറ്റാൽഡിഹൈഡ് കൺവേർഷൻ നടന്ന് അസറ്റൈറ്റ് ആയിട്ടല്ലേ മാറുന്നത്. അസറ്റൈറ്റിന്റെ അവിടെ നടക്കുന്നത് ആരാ, ഏത് എൻസൈം അവിടെ വരുന്നത്? NADH ഓ ALDH? ALDH ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസ് ആണ്. മെയിൻലി അത് മൈറ്റോകോൺട്രിയയിലാണ്. അത് അസറ്റാൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ലെസ് ടോക്സിക് ആയ അസറ്റേറ്റ് അവിടെ ഫോം ആയി. വീണ്ടും Na+ NADH ആയിട്ട് മാറുന്നു. ALDH സ്ലോ ആണെങ്കിൽ അസറ്റാൽഡിഹൈഡ് എന്ത് ചെയ്യും, അക്യുമുലേറ്റ് ചെയ്യും. ഫേഷ്യൽ ഫ്ലഷിങ്, വോമിറ്റിംഗ്, ലിവർ ഡാമേജ് ഒക്കെ അവിടെ ഉണ്ടാവും. ALDH അവിടെ നന്നായിട്ട് ഫങ്ഷനിങ് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ ഒരു ടോക്സിസിറ്റി എന്ത് ചെയ്യും, കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, കൺവേർഷൻ ഓഫ് അസറ്റേറ്റ് പിന്നെ എന്ത് ചെയ്യും, അസറ്റൈൽ CoA ആയിട്ട് മാറും. അവിടെ വരുന്ന എൻസൈം അസറ്റൈൽ CoA സിന്തറ്റൈസ് ആണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് അസറ്റൈൽ CoA എന്ന് പറയുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എനർജി പ്രൊഡക്ഷൻ ആണ്, പിന്നെ ഫാറ്റ് സിന്തസിസ് ആണ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ സിന്തസിസ് ആണ്. ഇനി അതർ പാത്വേസ് നമുക്ക് നോക്കാം. ഈ അതർ പാത്വേസ് എന്ന് പറയുന്നത് CYP2E1, അതായത് മൈക്രോസോമൽ എഥനോൾ ഓക്സിഡൈസിങ് സിസ്റ്റം ആണ്. ഓക്കെ, മൈക്രോസോമൽ എഥനോൾ ഓക്സിഡൈസിങ് സിസ്റ്റം ഹൈ ആൽക്കഹോൾ കൺസപ്ഷനിൽ ആക്റ്റീവ് ആയിരിക്കും. അതെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ROSനെ പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ വരുന്ന എഫക്ട്സ് എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാവും, അതേപോലെ തന്നെ ലിവർ സെൽ ഡാമേജും ഉണ്ടാകും. ഇനി കാറ്റലൈസ് പാത്വേ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലേ, H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്യും. സ്മോൾ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ മെറ്റബോളൈസ് ചെയ്യത്തുള്ളൂ കാറ്റലൈസ് ആയിട്ട്. ഇനി ഇമ്പാക്റ്റ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നോക്കിക്കഴിയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലിവർ ഡാമേജ് ഉണ്ടാക്കും. നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും, ഹെപ്പറ്റോമെഗാലി ഉണ്ടാവും. അതായത് ലിവർ എൻലാർജ്മെന്റ് ആണ് ഈ ഹെപ്പറ്റോമെഗലി എന്ന് പറയുന്നത് കേട്ടോ. ലിവർ എൻലാർജ്മെന്റ് ആണ് ഹെപ്പറ്റോമെഗലി. ഇമ്പാക്റ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ അറിയണം. ഹെപ്പറ്റോമെഗലി ഉണ്ടാവും. അതുപോലെ തന്നെ സിറോസിസ്, ലിവർ സിറോസിസ് ഒക്കെ കേട്ടിട്ടില്ലേ രോഗം?
അതൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൽക്കഹോൾ മെറ്റബോളിസം ബോഡിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ആണ്. അതുപോലെ തന്നെ NADH ലെവല് ഇൻക്രീസ് ചെയ്യും, ഫാറ്റ് അക്യുമുലേഷൻ ഉണ്ടാവും, റെഡ്യൂസ്ഡ് ഗ്ലൂക്കോൾ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്യും, ഗ്ലൂക്കോൾസിന്റെ പ്രൊഡക്ഷൻ അവിടെ റെഡ്യൂസ് ചെയ്യും. അതാണ് NADHന്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. ഫാറ്റ് അക്യുമുലേഷൻ നടക്കും, റെഡ്യൂസ്ഡ് ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ. പിന്നെ DNA പ്രോട്ടീൻ ഡാമേജ്, DNAയുടെയും അതുപോലെ തന്നെ പ്രോട്ടീൻ്റെയും ഒക്കെ ഡാമേജ് അവിടെ നടക്കും. അസറ്റാൽഡിഹൈഡ് ബൈൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രോട്ടീൻസിനെ അത് ബൈൻഡ് ചെയ്യും. DNA കാർസിനോജനിക് DNA അഡക്ട്സ് അവിടെ ഉണ്ടാവും. കണ്ടോ? പിന്നെ ബ്രെയിൻ എഫക്റ്റ് അറിയാലോ, ഡോപ്പമൈൻ എന്ന് കേട്ടിട്ടില്ലേ ബ്രെയിനില്? ഡോപ്പമൈന് എന്ത് ചെയ്യും? ഡോപ്പമൈൻ എന്ന് പറയുന്നത് നമുക്കൊരു ഹാപ്പി ഹോർമോണാണ് അല്ലേ? ഡോപ്പമൈൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് പ്ലഷർ തരുന്ന ഒരു ഹോർമോണാണ്. അപ്പം നമുക്ക് ഈ നമുക്ക് ഈ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ കാണിക്കുന്ന എന്തുകൊണ്ടാണ്? ഇപ്പം മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അവർ മദ്യം നിർത്തി കഴിയുമ്പോൾ ഷിവറിങ് വരിക, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ വരിക, അങ്ങനെയൊക്കെ ആൾക്കാരെ കണ്ടിട്ടില്ലേ? കൈവറയിലും ദേഹം തളർച്ചയും ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര വെപ്രാളവും പരവേശം അവർക്ക് ഇല്ലാണ്ട് പറ്റത്തില്ല. അതൊക്കെ വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുക. കാരണം അവർക്ക് ആ ഒരു അഡിക്ഷൻ എത്തിപ്പോയി, ഡോപ്പമൈൻ്റെ അളവ് അവിടെ കൂടിയിരിക്കുക, അല്ലെങ്കിൽ ഡോപ്പമൈൻ ആ ഒരു ഡിസയർ അവിടെ കൂടിയിരിക്കുക. അവരുടെ ബ്രെയിനിൽ അത് വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ആ മദ്യം ചെല്ലാൻ വേണ്ടി വീണ്ടും വീണ്ടും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഡോപ്പമൈൻ അവിടെ ഭയങ്കര പ്ലഷർ കണ്ടെത്തിപ്പോയി, ബ്രെയിനിൽ അത് ഭയങ്കര പ്ലഷർ കണ്ടെത്തി, ഒരു സന്തോഷം കണ്ടെത്തി. ഡോപ്പമൈൻ ഹോർമോൺ അവിടെ ഉണ്ട്. അപ്പോൾ ഡോപ്പമൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഡെയിലി മദ്യം കഴിച്ച് ഒരു ദിവസം ആ മദ്യം ചെല്ലാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി തിരിച്ച് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നത്. കൈവറയും തളർച്ചയും വെപ്രാളവും പരവേശം, അവർക്ക് ഇരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പൊ പലർക്കും മദ്യം നിർത്തണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നടക്കാത്തതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ആ ഡോപ്പമൈൻ അവിടെ ഉള്ളതുകൊണ്ടാണ്, പ്ലഷർ അവിടെ കിട്ടിപ്പോയി. അപ്പൊ അത് പിന്നെ ബോഡിയിലേക്ക് ചെല്ലാതിരിക്കുമ്പോഴത്തേക്കും ബോഡി പിന്നെ റിയാക്ട് ചെയ്ത് തുടങ്ങും. അതുകൊണ്ടാണ് അവർക്ക് നിർത്താൻ പറ്റാതെ വന്നത്. അപ്പൊ ഞാൻ പേഴ്സണലി ഇതുപോലെയുള്ള ഒരുപാട് പേഷ്യൻസിനെ കാണാറുണ്ട്. അപ്പം മീൻസ് എൻ്റെ ഇന്റേൺഷിപ്പിന്റെ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. ആൻഡ് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നേരിട്ട് കാണുമ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് മാറ്റാനായിട്ട് പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി വരുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ രീതിയിലായിരിക്കും ഡോപ്പമിൻ്റെ അളവ് അവിടെ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഡിസയർ ചെയ്തുകൊണ്ടിരിക്കും, ആ ആഗ്രഹം എപ്പോഴും ഉണ്ടാകും. ഡോപ്പമൈന് അവിടെ അളവ് കൂടുതലല്ലേ, ആ ഒരു യൂണിറ്റ് അവിടെ ഉണ്ട്. അപ്പം എന്നും മദ്യം ചെന്ന് ബ്രെയിനിൽ എന്തായി, ഡോപ്പമൈൻ്റെ അളവ് അവിടെ ഇൻക്രീസ് ആയിരിക്കുകയാണ്. അതിപ്പോൾ ഡോപ്പമൈൻ എപ്പോഴും അതിങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക, മദ്യം ചെല്ലുന്നത് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചെല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ബോഡി ഇങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡോപ്പമൈൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഡോപ്പമൈനാണ് എന്ത് ചെയ്യുന്നത്, ബ്രെയിനിൽ റിയാക്ട് ചെയ്യുന്നത്. ഡോപ്പമൈൻ അൾട്ടറേഷൻ നടക്കും, അഡിക്ഷൻ ഡെവലപ്മെന്റ് വരും, അഡിക്ഷനായിട്ട് അത് മാറും. ബ്രെയിൻ എഫക്ട്സ് ഇതാണ് നടക്കുന്നത്. അപ്പോൾ ഡോപ്പമൈൻ്റെ ഒരു അളവ് ഇത്രയുമാണ് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചിലപ്പോൾ 2 പെഗ് കഴിക്കുള്ളൂ, അപ്പോൾ ഇത്രയും ആയിരിക്കും. ചിലപ്പോൾ പെഗിൻ്റെ അളവ് കൂടി ഡോപ്പമൈൻ്റെ അളവും എന്ത് ചെയ്തു, ഇത്രയും കൂടി നിൽക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് ഈ മദ്യം ഇങ്ങോട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ ബോഡി തിരിച്ച് റിയാക്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെയാണ് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്നത്. കൈവറയും വെപ്രാളവും പരവേശവും ഇരിക്കാനും നിൽക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥ ഒക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര ഭ്രാന്ത് പിടിക്കുന്ന പോലത്തേക്ക് ഒരു അവസ്ഥ. അതൊരു അഡിക്ഷനാണ്, അതൊരു കൈൻഡ് ഓഫ് അഡിക്ഷൻ ഡെവലപ്മെന്റ് നടക്കുന്നതാണ് അവിടെ. ഡോപ്പമൈൻ അൾട്ടറേഷൻ നടക്കുന്നതാണ്. ഡോപ്പമൈൻ അപ്പോൾ ഡിസയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോപ്പമൈൻ ഇങ്ങനെ ഇൻക്രീസ് ആയിട്ടിരുന്നത് അത് ബ്രെയിനെ എഫക്ട് ചെയ്തിരിക്കുന്നു. ബ്രെയിനെ എഫക്ട് ചെയ്യുമ്പോഴാണ് ഡോപ്പമൈൻ അൾട്ടറേഷനും ആ അഡിക്ഷനും ഒക്കെ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡോപ്പമൈൻ ആഗ്രഹിക്കും ആ ഒരു മദ്യം, ആ ഒരു എമൗണ്ട് അവിടെ, കാരണം ഇത്രയും എമൗണ്ട് ഒരാൾ ഡെയിലി കുടിക്കുന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് അവളുടെ ബോഡിയിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ ബോഡി റിയാക്ട് ചെയ്യും. കാരണം ഡോപ്പമൈൻ്റെ അളവ് ഇങ്ങനെ കൂടി വരും. ഓരോ ദിവസം കുടിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇങ്ങനെ കൂടി വരും. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നിർത്തണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഡോപ്പമൈൻ്റെ അളവ് അവിടെ കൂടി നിൽക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ദിവസം നിർത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. കാരണം ബോഡി തിരിച്ച് റിയാക്ട് ചെയ്യും. ഡോപ്പമൈൻ്റെ അളവ് അവിടെ കൂടി നിൽക്കുക, കാരണം അതിലേക്ക് ചെല്ലണം.
അപ്പം അത്രയേ ഉള്ളൂ ഡയഗ്രാം വെച്ച് പറയുന്നത്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ ഷോർട്ടായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. എഥനോള് ആദ്യം എന്ത് ചെയ്യുന്നു, ലിവറിലേക്കാണ് ചെല്ലുന്നത്, ബ്ലഡ് വഴി ലിവറിലെത്തും. എന്നിട്ട് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ADH എൻസൈം എഥനോളിനെ ആക്ട് ചെയ്യുന്നു. NAD+ കോ എൻസൈം ഹൈഡ്രജൻ സ്വീകരിക്കും. NAD+, NADH H+ എന്ന് ആരോയിൽ ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. NAD+. അതങ്ങനെ വരയ്ക്കാനൊന്നും, അത് മനസ്സിലാക്കിയിരുന്നാൽ മതി, ജസ്റ്റ് കാണിച്ചോന്നേ ഉള്ളൂ. ഇത് മെയിനായിട്ട് പഠിച്ചു വയ്ക്കാം. NAD+ എന്ത് ചെയ്യുന്നു, DHും H+ എന്നത് കണ്ടോ, H+നെയും കൂടെ കാണിച്ചിരിക്കുന്നത്. എഥനോൾ അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. എഥനോൾ അസറ്റാൽഡിഹൈഡ് ആയിട്ട് മാറുന്നു. എഥനോൾ അസറ്റാൽഡിഹൈഡ് പിന്നെ എന്ത് ചെയ്യുന്നു, ഫോർമേഷൻ ഓഫ് അസറ്റാൽഡിഹൈഡ് ഉണ്ടായതിനു ശേഷം നമുക്ക് ഇത് ഭയങ്കര ടോക്സിക് ആണ്, അതുകൊണ്ട് തന്നെ ഹാങ് ഓവറും ലിവർ ഡാമേജും ഒക്കെ ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൽഡിഹൈഡ് ഡീഹൈഡ്രോജനേസിൻ്റെ ALDHന്റെ ആക്ട് അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അസറ്റാൽഡിഹൈഡ് വീണ്ടും ഓക്സിഡൈസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അവിടെ വീണ്ടും NAD+ വീണ്ടും എന്തായി മാറുന്നു, NADH ആയിട്ട് മാറി. ദെൻ ഫോർമേഷൻ ഓഫ് അസറ്റേറ്റ് ഉണ്ടായി. ഫിഗറിൽ റൈറ്റ് സൈഡിൽ അസറ്റേറ്റ് CH3COO- കാണിക്കുന്നുണ്ട്. ഇത് ബ്ലഡ് വഴി എന്തെങ്കിലും സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ അസറ്റേറ്റ് കൺവേർട്ട് ചെയ്ത് അസറ്റൈൽ COA ആയിട്ട് മാറുന്നു. എൻസൈം ആയിട്ട് വരുന്നത് അവിടെ അസറ്റൈൽ COA സിന്തസൈസ് ആണ്. അസറ്റേറ്റ് എന്ന് പറയുന്നത് പിന്നെ എന്തായി മാറുന്നു, അസറ്റൈൽ COA ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഡയഗ്രാമിൽ NAD+, NADH സൈക്കിൾ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം NAD+ ആണ് ഇവിടെ കാണിക്കുന്നത്, കണ്ടോ, ഈ സൈക്കിളാണ്. Mechanism of dehydrogenation by NADH to convert ethanol into acetaldehyde and formation of NADH by accepting hydride ion. ആ ഒരു ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ NAD+ ഹൈഡ്രജൻ അക്സെപ്റ്റ് ചെയ്യുന്നു, എക്സസ് ആൽക്കഹോള് NADH അക്യുമുലേഷൻ നടത്തുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് മെറ്റബോളിക് ഇംബാലൻസ് ഉണ്ടാകുന്നു, ഫാറ്റി ലിവർ ഉണ്ടാകുന്നു. പിന്നെ CYP2E1 നമ്മൾ നോക്കി, ഹൈ ആൽക്കഹോൾ ഇൻടേക്കിൽ ആക്റ്റീവ് ആയിരിക്കും, പ്രൊഡ്യൂസ് എന്ത് ചെയ്യും, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിനെ അത് പ്രൊഡ്യൂസ് ചെയ്യും. പ്രൊഡ്യൂസസ് ROS, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്. ദിസ് കോസസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആൻഡ് ലിവർ സെൽ ഡാമേജ്. പിന്നെ കാറ്റലൈസ് പാത്വേ എന്ന് പറയുന്നത്, കാറ്റലൈസ് ആയിട്ട് വരുന്നത് H2O2ൻ്റെ ഒരു യൂസ് വരും. പിന്നെ അതുപോലെ തന്നെ സ്മോൾ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ എന്ത് ചെയ്യും, മെറ്റബോളൈസ് ചെയ്യുന്നുണ്ട്. അത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫിനോൾസിൽ ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു അല്ലേ? റീമർ ഒക്കെ മുൻപുള്ള ഹൈഡ്രജൻ ബോണ്ടിങ് നമുക്ക് നോക്കാം. റീമർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. Effect of hydrogen bonding on boiling point, melting point and solubility in water. അതായത് ഇത് ഫിനോൾസിൽ വരുന്നതാണ്. ഇപ്പം നമ്മൾ ഫിനോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫിനോൾ എന്ന് പറയുന്നത് ബെൻസീൻ റിങ്ങിൽ OH ഗ്രൂപ്പുള്ള ഒരു കോമ്പൗണ്ടിനെയാണ് അല്ലേ നമ്മൾ ഫിനോൾ എന്ന് പറയുന്നത്.
അപ്പോൾ ഫിനോളിന്റെ ഫോർമുല എന്താ? OH. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ എഫക്റ്റ്, അതായത് ബോയിലിംഗ് പോയിന്റും സോല്യൂബിലിറ്റിയും ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, വാട്ടറിൽ എത്രത്തോളമാണ് അതിന്റെ സോല്യൂബിലിറ്റി, എങ്ങനെയാണ് അത് സോല്യൂബിലിറ്റി നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഫിനോളില് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുമോ? ഫിനോളില് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ് പഠിക്കാനുള്ളത്. ഫിനോളിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഫിനോൾ മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യും? ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് അവിടെ കൂടുതലാണ് കേട്ടോ. എഫക്റ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. അവിടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. വാട്ടറില് സോല്യൂബിലിറ്റി എന്ത് ചെയ്യും? സോല്യൂബിലിറ്റി അവിടെ കുറവായിരിക്കും. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ സോല്യൂബിലിറ്റിയും എന്തായിരിക്കും? വാട്ടറിൽ കൂടുതലായിരിക്കും ഫിനോളിൽ. അപ്പോൾ O നൈട്രോഫിനോൾ വേഴ്സസ് P നൈട്രോഫിനോൾ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് O നൈട്രോഫിനോൾ, ഇത് P നൈട്രോഫിനോൾ അല്ലേ? അപ്പോൾ ഇവര് തമ്മിലുള്ള ഇത് നോക്കാം. ഇവിടെ നടക്കുന്നത് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. ഇവിടെ നടക്കുന്നതോ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടാണ്. എന്താണ് ഈ ഇൻട്രാമോളിക്കുലറും ഇന്റർമോളിക്കുലറും തമ്മിലുള്ള വ്യത്യാസം? ഇൻട്രാമോളിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർമോളിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഏതാണ് പുറത്ത് നടക്കുന്നത്, ഏതാണ് അകത്ത് നടക്കുന്നത്? അകത്ത് നടക്കുന്നതും പുറത്ത് നടക്കുന്നതുമാണ്. പക്ഷെ ഏത് അകത്ത് നടക്കുന്നു, ഏത് പുറത്ത് നടക്കുന്നു? ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വെച്ചത് ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യുന്നു? ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം. ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറയുമ്പം ഓക്സിജൻ, നൈട്രജൻ, ഫ്ലൂറിൻ ഒക്കെ പോലെയുള്ളവരുമായിട്ട് ഒരു അട്രാക്ഷൻ ഉണ്ടാകും. അപ്പൊ അവർക്കിടയിൽ എന്ത് ചെയ്യും? അട്രാക്ഷന്റെ ഫലമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാകും. അങ്ങനെയാണ് അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുന്നത് അല്ലെ? OH ബോണ്ട് ഉണ്ട്. ഇപ്പൊ ഫിനോളിൽ തന്നെ നോക്കിക്കഴിയുകയാണെങ്കിൽ ഫിനോളിനകത്ത് ഒരു OH ബോണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് അവിടെ പോസിബിൾ ആണ് അല്ലെ? ഹൈഡ്രജൻ കൊണ്ട് ഒരു ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റവും ഉണ്ട് അവിടെ. അപ്പൊ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് തമ്മിൽ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർ എന്ന് പറഞ്ഞാൽ തമ്മിൽ, ബിറ്റ്വീൻ ദ മോളിക്യൂൾസിന്റെ ഇടയിൽ നടക്കുന്നതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലർ കണ്ടോ? മോളിക്യൂളിന്റെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂളുകൾക്ക് ഇടയിൽ നടക്കുന്നത്. ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്, ഇവിടെ ഒരു മോളിക്യൂൾ ഉണ്ട്. അവർക്ക് ഇടയിൽ ഇതാ ഈ ഒരു ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തേക്കുന്നത് കണ്ടോ? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസുകൾക്ക് ഇടയിൽ നടക്കുന്നതാണ് ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്. അതാണ് ഇന്റർമോളിക്കുലർ, രണ്ട് മോളിക്യൂളുകൾക്ക് ഇടയിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർമോളിക്കുലർ ഫിനോളില് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എങ്ങനെ നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഫിനോൾ മോളിക്യൂളിലെ OH ഇവിടെ കാണുന്നുണ്ടോ? ഒരു ഫിനോൾ മോളിക്യൂളിലെ OH ഹൈഡ്രജൻ മറ്റൊരു ഫിനോൾ മോളിക്യൂളിലെ ഓക്സിജൻ ആറ്റവുമായിട്ട് ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടോ? OH ഇതാ കണ്ടോ? OH മോളിക്യൂള് മറ്റൊരു മോളിക്യൂളിലെ ഓക്സിജനുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ടോ? കണ്ടോ? മറ്റൊരു ഫിനോൾ മോളിക്യൂളിലെ ഓക്സിജൻ ആറ്റമിനോട് അട്രാക്ട് ചെയ്യുന്നു. ഇതാണ് മോളിക്യൂൾ A എന്ന് വെച്ചോ. ഇത് മോളിക്യൂള് B. അപ്പോ മോളിക്യൂൾ A എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്തത് കണ്ടോ? ആ ഹൈഡ്രജൻ, ആ OH ഇപ്പുറത്തെ മോളിക്യൂളിലെ ഓക്സിജനുമായിട്ട് അട്രാക്ട് ചെയ്ത് അവിടെ ഒരു ബോണ്ട് ഉണ്ടായി. അതാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഒരു എഫക്റ്റ് നമുക്ക് നോക്കാം. ഓരോന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എഫക്റ്റ് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് എന്തായിരിക്കും?
ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഇത് കണ്ടോ, ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. മോളിക്യൂൾസ് സ്ട്രോങ് ആയിട്ട് അവിടെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. സെപ്പറേറ്റ് ചെയ്യാൻ കൂടുതൽ, ഇപ്പം നമുക്ക് ഇവരെ തമ്മിൽ ഇങ്ങനെ ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രണ്ട് ഡിഫറെന്റ് മോളിക്യൂളുകൾക്കിടയിലായിരിക്കും അവിടെ ഒരു ബോണ്ട് വരുന്നത്. അപ്പം ആ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഹൈഡ്രജൻ എന്ത് ചെയ്യും, ഓക്സിജനോട് ഒരു അട്രാക്ഷൻ ഉണ്ടാകും. അതുവഴിയാണ് അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുന്നത്. വെറും ഹൈഡ്രജൻ ബോണ്ടിങ് അല്ല, ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ രണ്ട് മോളിക്യൂൾസും സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അത്ര ഈസി ആയിട്ട് നടക്കത്തില്ല. ഒരുപാട് ഹീറ്റ് എനർജി അവിടെ വേണം. സെപ്പറേറ്റ് ചെയ്യാൻ കൂടുതൽ നമ്മൾ അവിടെ ഹീറ്റ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അവരിങ്ങനെ ആ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അവരെ രണ്ട് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആയിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം അത്രയും അവിടെ ഹീറ്റ് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെയാണ് അവിടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാവുന്നത്. മനസ്സിലായോ? ഇവിടെ തന്നെ ഫിനോളിന്റെ ബോയിലിംഗ് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അയ്യോ, ഞാനിപ്പോൾ കണ്ടതാ. അതാ ഫിനോള് ബോയിലിംഗ് ഷെഫ് കൊണ്ട്. ഫോർ എക്സാമ്പിൾ, ഫിനോൾ ബോയിൽസ് അറ്റ് 182 ഡിഗ്രി സെൽഷ്യസ്. കണ്ടോ, ഫിനോളിനെ ബോയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് 182 ഡിഗ്രി സെൽഷ്യസ് വേണം. ബെൻസീനിനെ ബോയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടോ, ബെൻസീനിൽ ബോയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ബോയിൽ ചെയ്യാനായിട്ട് 80 ഡിഗ്രി ബോയിൽ സെറ്റ് അല്ലെങ്കിൽ 80 ഡിഗ്രി മതി. 80 ഡിഗ്രി മതി. അത്രയും. അപ്പം അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതിൻ്റെ സോലിബിലിറ്റിയും കൂടെ പറയാം. സോലിബിലിറ്റി എന്ന് പറയുമ്പോൾ വാട്ടറിൽ കൂടുതലായിരിക്കും. കാരണം ഫിനോള് വാട്ടറിനോടും ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഫിനോള് വാട്ടറിലാവുന്ന സമയത്ത് വാട്ടറിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഫിനോൾ ഒഴിച്ചു കഴിഞ്ഞാലും ആ ഒരു വാട്ടറുമായിട്ടും കൂടി തന്നെ ഫിനോൾ എന്ത് ചെയ്യും, ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ വാട്ടറിലും H2O ഓക്സിജൻ ഉണ്ടല്ലോ, ഫിനോള് വാട്ടറിനോടും ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നു. വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ അപ്പം എന്തായിരിക്കും, ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാട്ടറിൽ ഫിനോൾ എന്ത് ചെയ്യും, ഡിസോൾവ് ആകും. ഈ ഓക്സിജൻ വാട്ടറും ഫിനോളും കൂടി പെട്ടെന്ന് തന്നെ ഹൈഡ്രജൻ ബോണ്ട് അവർ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. പെട്ടെന്ന് തന്നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സോലിബിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് വിത്ത് വാട്ടർ ഇൻക്രീസസ് സോല്യൂബിലിറ്റി. വാട്ടറിൽ സോല്യൂബിലിറ്റി കൂടുതലായിരിക്കും ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഫിനോളും വാട്ടറും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ ഹൈഡ്രജൻ ബോണ്ട്, അതിന്റെ ഫലമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്ന ഫിനോളിലേക്ക് നമ്മൾ വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് സോല്യൂബിലിറ്റി കൂടും. കാരണം എന്താ, വാട്ടറിലും വാട്ടറിലേക്ക് നമ്മൾ ഫിനോള് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അട്രാക്ഷൻ, അവിടുത്തെ ഒരു ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ ഒരു അട്രാക്ഷൻ നടക്കുന്നുണ്ട്. രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസുകൾക്ക് ഇടയിൽ ഒരു അട്രാക്ഷൻ നടക്കുന്നുണ്ട്. അതാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ. ഹൈഡ്രജനും ഒരു ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റവും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിപ്പോൾ ഇവിടെ വാട്ടർ ആയതുകൊണ്ട് നമ്മൾ അവിടെ ഓക്സിജൻ ആയിരിക്കും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം. ഇവിടുത്തെ കേസിൽ വാട്ടറും ഫിനോളിനെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനോളിൻ്റെ അകത്ത് പിന്നെ വരുന്നത് ആരാ, വാട്ടറാണ്. വാട്ടറിൽ ആരുണ്ട്, ഓയുണ്ട്. ഓക്സിജൻ ഇസ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം. സോ അവിടെ എന്ത് ചെയ്യും, ഫിനോളിൻ്റെ ഒരു OH ഉണ്ട്. സോ ആ OHും ഈ ഒരു ഓക്സിജനും തമ്മിൽ എന്ത് ചെയ്യും, ഒരു അട്രാക്ഷൻ വരും. അതാണ് അവിടെ നടക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ്ങിന്റെ ഫലമായിട്ട് സോലിബിലിറ്റി കൂടും, പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആണ് സോലിബിലിറ്റി കൂടുതലാന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി മെൽറ്റിംഗ് പോയിന്റിന്റെ കേസ് നോക്കാം. മെൽറ്റിംഗ് പോയിന്റ് ഇവിടെ കൂടുതലായിരിക്കും. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് അവിടെ കൂടുതലാകാൻ കാരണം? അതായത് കൊണ്ട് തന്നെ സ്ട്രോങ് അല്ലേ, മോളിക്യൂൾസ് ഓർഡർലി അറേഞ്ച് ചെയ്താണ്. സോളിഡ് സ്റ്റേറ്റിൽ അതെന്താ, സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അതിനൊന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെൽറ്റിംഗ് പോയിന്റ് കൊടുക്കണ്ട്. മെൽറ്റ് ചെയ്തെടുക്കാൻ ഇത്തിരി പാടായിരിക്കും. ആ സോളിഡ് സ്റ്റേറ്റിൽ അത് ഭയങ്കര സ്റ്റേബിളാ. അതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ നമുക്ക് പീനൈട്രോഫിനോൾ തന്നിരിക്കുന്നത്. പീനൈട്രോഫിനോളിൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. മോളിക്യൂൾസ് സ്ട്രോങ്ലി അസോസിയേറ്റഡ് ആണ്. അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ് ഹൈ ആണ്, വാട്ടർ സോലബിലിറ്റി ഹൈ ആണ്, നോൺ സ്റ്റിങ് വോളറ്റൈൽ ആണ്.
ഓക്കെ. സോലിബിലിറ്റി എന്ന് പറയുമ്പോൾ 1.7 gram per 100 gram. അതൊന്ന് മനസ്സിലാക്കിയിരുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഇൻട്രാമോളിക്കുലറിലേക്ക് വരാം. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം മോളിക്യൂൾ, ഡിഫറെന്റ് മോളിക്യൂൾ അവിടെ വരുന്നില്ല. സെയിം മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന, ഇവിടെ ഇപ്പോൾ ഓ നൈട്രോഫിനോൾ ആണ് എടുത്തിരിക്കുന്നത്. ആ ഓ നൈട്രോഫിനോളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്. ഇവിടുത്തെ ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും തമ്മിലുള്ള ഒരു ബോണ്ട് കണ്ടോ? ഇതിപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഓ നൈട്രോഫിനോളിനെ വരയ്ക്കുന്നത്. ഓ നൈട്രോഫിനോളില് ഇവിടെ ഇവർക്കിടയിലുള്ള ആ ഒരു ബോണ്ട് ഉണ്ട്, ആ ഓക്സിജനും ആ ഹൈഡ്രജനും, ആ OH-ലെ ആ OH-ഉം ഇവിടുത്തെ ഒരു ഓക്സിജനും തമ്മിലൊരു ബോണ്ട് കണ്ടില്ലേ? അതാണ് അവിടെ നടക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്. ഇത് വേറെ മോളിക്യൂളുകൾക്കിടയിലല്ലല്ലോ നടന്നത്, ആ ഒരൊറ്റ മോളിക്യൂളല്ലേ നടന്നത്. അതുകൊണ്ടാണ് ഇൻട്രാമോളിക്യൂളർ എന്ന് പറയുന്നത്. ഇൻട്രാമോളിക്യൂൾ എന്ന് പറയുന്നത് ഒരൊറ്റ മോളിക്യൂളിന്റെ ഇടയിലാണ് അവിടെ അത് നടന്നിരിക്കുന്നത്. അങ്ങനെ നടക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. സെയിം മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, വിത്തിൻ സെയിം മോളിക്യൂൾ, ഉള്ളിൽ. അങ്ങനെ ഓർത്തിരിക്കുക. ഇൻട്രാ ഉള്ളിൽ, ഇന്റർ ഡിഫറെന്റ്, ഇന്റർകാസ്റ്റ്, ഇന്റർ ഡിഫറെന്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് ഇന്റർ. ഇന്റർ എന്ന് പറഞ്ഞാൽ സെയിം, ഉള്ളില്. ഇൻട്രാ ഉള്ളില്, ഇന്റർ ഡിഫറെന്റ്. ഓക്കെ ഓക്കെ. അപ്പൊ ഓ നൈട്രോഫിനോളില് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുന്നതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്. ഇപ്പൊ ഓ നൈട്രോഫിനോളില് OH ഗ്രൂപ്പ് ഉണ്ട്, കണ്ടോ? OH ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ തന്നെ NO2 ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഓർത്തോ പൊസിഷന്റെ അടുത്ത് ആണ് എന്ത് ചെയ്യുന്നത്? NO2 ഗ്രൂപ്പ് ഉള്ളത്, അല്ലെ? ഓർത്തോ പൊസിഷനിലല്ല. OH-ലെ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? ഈ NO2-ലെ ഒരു ഓക്സിജനോട് എന്ത് ചെയ്യുന്നു? അട്രാക്ഷൻ ഉണ്ടാവുക. സെയിം മോളിക്യൂളിൽ തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ടാവുക. അട്രാക്ഷന്റെ ഫലമായിട്ട് അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ആ ബോണ്ടിന്റെ പേരാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജനും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റവും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ്, ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ്, അല്ലെങ്കിൽ ആ അട്രാക്ഷൻ ഉണ്ടാകുന്ന ബോണ്ടിനെയാണ് നമ്മൾ പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട്. അട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ അതിന്റെ ഫലമായിട്ട് അവിടെ ഒരു ബോണ്ട് സ്വാഭാവികമായിട്ടും ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. സെയിം മോളിക്യൂളിൽ തന്നെയാണ് ബോണ്ട് വന്നിരിക്കുന്നത്. ഇനി എഫക്ട്സ് നോക്കാം. എഫക്ട് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുമ്പോൾ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്തായിരിക്കും? കുറയുമായിരിക്കും ചെയ്യുന്നത്. അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആയിരിക്കില്ല. സെയിം മോളിക്യൂളിൽ തന്നെയുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആയിരിക്കില്ല. മോളിക്യൂൾ ഇന്റേർണലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. മോളിക്യൂൾ ടു മോളിക്യൂൾ ബോണ്ടിങ് എന്തായിരിക്കും? കുറവായിരിക്കും. മോളിക്യൂൾസിനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. ഇന്റേർണലി അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഈ മോളിക്യൂൾ ഇന്റേർണലി ഓൾറെഡി സാറ്റിസ്ഫൈഡ് ആണ്, മോളിക്യൂൾക്ക് ഉള്ളിലുള്ള ബോണ്ട് അല്ലേ. അപ്പം മോളിക്യൂൾ ടു മോളിക്യൂൾ ബോണ്ടിങ് എന്തായിരിക്കും? കുറവായിരിക്കും. മോളിക്യൂൾ ഈസിലി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയായിരിക്കും? കൂടുവോ കുറയോ? ബോയിലിംഗ് പോയിന്റ് അവിടെ കുറയുമായിരിക്കും. ബോയിലിംഗ് പോയിന്റ് അവിടെ കുറവായിരിക്കും. ആൻഡ് ലെസ് എനർജി, കുറച്ച് എനർജി കൊടുക്കുമ്പോൾ തന്നെ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് ഹീറ്റ് കൊടുത്താൽ തന്നെ അവിടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് അവിടെ ഡിക്രീസ് ആയിരിക്കും. മോളിക്യൂൾസ് അങ്ങനെ ലൂസായിട്ടായിരിക്കും അവരുടെ ഒരു അട്രാക്ഷൻ നടക്കുന്നുണ്ടാവുക. അവർ ലൂസായിട്ടായിരിക്കും ഹെൽഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് എനർജി കൊടുക്കുമ്പോൾ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. മറ്റേവരെ പോലെ ഒത്തിരി ഹീറ്റ് ഒന്നും കൊടുത്ത്, ഒത്തിരി എനർജി ഒന്നും കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് എനർജി കൊടുക്കുമ്പോൾ തന്നെ ലൂസ്ലി അവർ ഹെൽഡ് ആയിരിക്കും. ലൂസായിട്ടായിരിക്കും അവർ ഹെൽഡ് ചെയ്തിരിക്കുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സിനെ നമുക്കിപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അവർ മറ്റവരെ പോലെ അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. കുറച്ച് ലൂസ്ലി ആയിട്ടായിരിക്കും അവർ ഹെൽഡ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ലെസ് എനർജി നീഡഡ് ടു സെപ്പറേറ്റ് ബോയിലിംഗ് പോയിന്റ്. ദാറ്റ്സ് വൈ ഡിക്രീസസ്. ക്ലിയർ ആണോ? അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ
70 ആയിരിക്കും, 70°C ആയിരിക്കും. ഇനി സോല്യൂബിലിറ്റി നോക്കാം. സോല്യൂബിലിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാകാം? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോല്യൂബിലിറ്റി കുറവായിരിക്കോ കൂടുതലായിരിക്കോ? കാരണം എന്തായിരിക്കും കുറവാണെന്ന് പറയാൻ കാരണം എന്തായിരിക്കും? ഈ OH ഗ്രൂപ്പ് അവിടെ ഇന്റേണലി ആ മോളിക്യൂളിന്റെ അകത്ത് ആ OH ഗ്രൂപ്പ് സത്യം പറഞ്ഞാൽ അവിടെ ബിസിയാ അല്ലേ? വാട്ടറിനോട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ അവിടെ ഫ്രീ ആണോ ഈ OH ഗ്രൂപ്പ്? അല്ല. അതുകൊണ്ട് തന്നെ കാരണം അവിടെ ആ OH ഗ്രൂപ്പ് ഓൾറെഡി വേറൊരു ഓയുമായിട്ട് ആ മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഫിനോള് ആ ഒരു ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിനോള് നമ്മൾ വാട്ടറുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ ആ ഫിനോൾ അവിടെ ഫ്രീ ആയിരുന്നു അല്ലേ? ആ ഫിനോൾ അവിടെ ഫ്രീ ആയതുകൊണ്ട് തന്നെയാണ് അത് വാട്ടറുമായിട്ട് എന്ത് ചെയ്തത്? പെട്ടെന്ന് തന്നെ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ട് അവിടെ പെട്ടെന്ന് തന്നെ ഡിസോൾവ് ആയത്. പക്ഷെ ഇവിടുത്തെ കേസ് എന്ന് പറയുമ്പോൾ അവർ ഓൾറെഡി മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ ആ ഒഴിച്ച് വേറൊരു ഓയുമായിട്ട് ഓൾറെഡി ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഫിനോളിനെ എടുത്ത് നമ്മൾ വാട്ടറിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ വാട്ടറുമായിട്ട് അവർക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുമോ? കാരണം OH ഓൾറെഡി അവിടെ വേറൊരു ഓയുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ അതിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ വാട്ടറായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ അവിടെ ഫ്രീ ആണോ ഈ OH? ഹൈഡ്രജൻ അവിടെ ഫ്രീ ആണോ? ഹൈഡ്രജൻ ഓൾറെഡി വേറെ ഒരു ഓക്സിജനുമായിട്ട് അവിടെ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് വാട്ടർ നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ ഹൈഡ്രജൻ അവിടെ ഫ്രീ അല്ല. ഹൈഡ്രജൻ അവിടെ ഓൾറെഡി ഒരാളുമായിട്ട് അവിടെ ഇന്റേണലി ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വന്നിട്ടുണ്ട്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഇനി വാട്ടർ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ബോണ്ടൊന്നും ഉണ്ടാകത്തില്ല. വാട്ടറിനോട് ഹൈഡ്രജൻ എന്ത് ചെയ്യില്ല? ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സോല്യൂബിലിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. മനസ്സിലായോ? വാട്ടർ സോല്യൂബിലിറ്റി ഡിക്രീസ് ചെയ്തിരിക്കാം. അപ്പൊ സ്റ്റീം വോളറ്റിലിറ്റി ഉണ്ടാകും. മോളിക്യൂൾസ് എന്ത് ചെയ്യും? ഈസിലി എസ്കേപ്പ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ആവിയായി പോകുന്നത്. അതുകൊണ്ട് തന്നെ മോളിക്യൂൾസ് എന്ത് ചെയ്യും? പെട്ടെന്ന് ഈസിലി എസ്കേപ്പ് ആവും. സ്റ്റീം ഡിസ്റ്റിലേഷൻ അവിടെ പോസിബിൾ ആണ്. മറ്റടുത്ത് നോൺ സ്റ്റീം വോളറ്റൈൽ ആട്ടോ, പെട്ടെന്ന് ആവിയായി പോകത്തില്ല. കാരണം മോളിക്യൂൾ അവിടെ അത്ര സ്ട്രോങ് അല്ലേ. ക്ലിയർ ആണോ ഇത്? എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒന്ന് പറഞ്ഞു തന്നെ. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് പറഞ്ഞേ. സോല്യൂബിലിറ്റി എഫക്റ്റ് പറഞ്ഞാൽ മതി, ഹൈഡ്രജൻ ബോണ്ടിങ് പറഞ്ഞാൽ മതി. ഒന്ന് പറഞ്ഞു തന്നെ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങള്. വേറെ പുറത്തെന്ന് പറയുമ്പോ എങ്ങനെയാ പുറത്ത്? അങ്ങനെയല്ല. ഇപ്പം നമ്മളെടുത്ത പി നൈട്രോഫിനോൾ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാ. ആ കോമ്പൗണ്ട് വേറൊരു കോമ്പൗണ്ടുമായിട്ട് എന്ത് ചെയ്യും? വേറൊരു കോമ്പൗണ്ട് ഇപ്പൊ അതേ ആളെ തന്നെ ഇപ്പൊ വേറെ ഇപ്പുറത്തോണെന്ന് വെച്ചു. ഇപ്പൊ ഇവിടെ ഒരു പി നൈട്രോഫിനോളിനെ എടുത്തു, അപ്പുറത്തും എന്ത് ചെയ്യുന്നു? അതേപോലെ ഒരു പി നൈട്രോഫിനോൾ ഇപ്പുറത്തും ഉണ്ട്. അപ്പൊ നോക്കുമ്പോ ഉണ്ട് അവിടെ ഉണ്ട് എന്ത്? ഒരു OH ഉണ്ട്, ഇവിടെ ഒരു ഓയും ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ലേ? ഇവരിങ്ങനെ ഒറ്റയ്ക്ക് നിക്കുക. ഇയാളിങ്ങനെ ഒറ്റയ്ക്ക് നിക്കുക. ഇയാളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്താ? ആരും ഇല്ല. പെട്ടെന്നാണ് ദാണ്ട് അപ്പുറത്ത് ഒരാള് വന്ന് നിൽക്കുന്നത്, സെയിം ഇയാള് തന്നെ. അപ്പൊ അവിടെ നോക്കുമ്പോ ഒരു ഓക്സിജനെ കാണാം. ഇവിടെയാണെങ്കിൽ ഒരു OH ബോണ്ട് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഹൈഡ്രജനും ഈ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഈ മോളിക്യൂളിന്റെ ഓക്സിജനും തമ്മിൽ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഉണ്ടാവും. അതിന്റെ ഫലമായിട്ടാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് അവിടെ ഉണ്ടാകുന്നത്. ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു മോളിക്യൂൾ ഒറ്റയ്ക്ക് നിൽക്കുക, അതിലേക്ക് ആര് വരുന്നു? വാട്ടർ ഒഴിക്കുക. നമ്മൾ വാട്ടറിന്റെ കേസ് പറഞ്ഞില്ലേ? സോല്യൂബിലിറ്റി ഇൻ വാട്ടർ നോക്കിയില്ലേ? വാട്ടർ നോക്കുക. അപ്പൊ ഇവിടെയും സെയിം എന്താ? OH ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആണ്ടിടാ ഇവിടെയും എന്തുണ്ട്?
ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ ബോണ്ട് ഫോം ചെയ്യില്ലേ? അങ്ങനെ ആ ബോണ്ട് ഫോം ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്റർമോളിക്കുലർ ബോണ്ടിങ് അവിടെ നടക്കുന്നത് കൊണ്ടാണ്, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുന്നതുകൊണ്ടാണ് വാട്ടർ സൊല്യൂബിൾ ആവുന്നത്. മനസ്സിലായോ? ഇവിടുത്തെ കേസിൽ അങ്ങനെ വാട്ടറുമായിട്ട് സോല്യൂബിൾ ആവാൻ ഹൈഡ്രജൻ അവിടെ ഫ്രീ അല്ല. ഇപ്പൊ ഇതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? H2O ഇപ്പൊ വന്ന്, ഓക്കെ, H2O ഇപ്പൊ വന്ന് വാട്ടറിലേക്ക് ഈ ഫിനോളിനെ നമ്മൾ ഒഴിച്ചു നോക്കി. അപ്പം ഇവിടെ ഓൾറെഡി ഈ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ആ മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ. ഇതിപ്പോ വേറെ മോളിക്യൂൾ അല്ലേ? ഇതൊരൊറ്റ മോളിക്യൂളായിട്ട് അവിടെ നിൽക്കുക. കാരണം ഇതൊരൊറ്റ മോളിക്യൂളായിട്ട് നിൽക്കുന്നതുകൊണ്ട് വേറൊരു മോളിക്യൂൾ അതിലേക്ക് വരുമ്പോൾ അവിടെ ഇയാള് ഫ്രീയാ. അതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? വാട്ടറുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഓൾറെഡി വാട്ടർ ഇപ്പൊ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ ഓൾറെഡി ഈ ഒരു മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പം ഈ ഓക്സിജനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഓൾറെഡി ഒരു ഓക്സിജനുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബോണ്ടിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ അങ്ങോട്ട് പോയി ബോണ്ട് ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ബോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്നല്ല, ഹൈഡ്രജൻ ഇവിടെ ഫ്രീ അല്ല ബോണ്ട് ഫോം ചെയ്യാൻ. ഈ ഒരു ഓക്സിജനുമായിട്ട് ബോണ്ട് കണക്ട് ആവാൻ ഹൈഡ്രജൻ അവിടെ എന്തില്ല? ഫ്രീ അല്ല. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറഞ്ഞേ, എന്താ അപ്പൊ ഒന്ന് പറഞ്ഞേ. എന്താണ് മനസ്സിലായതെന്ന് പറഞ്ഞാൽ മതി. എഫക്ട് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ് ഓൺ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, സോല്യൂബിലിറ്റി ഇൻ വാട്ടർ. ഹൈഡ്രജന്റെ ആ ഒരു ബോണ്ടിങ്, ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ് ആകുന്നുണ്ടെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. ഈ കറന്റ് ബോയിലിംഗ് കുറവായിരിക്കും. ഇതിന്റെയൊക്കെ റീസൺസും കൂടെ പറ. സ്ട്രോങ് ആയതുകൊണ്ട്. എങ്ങനെയാ അത് സ്ട്രോങ് ആവുന്നേ? ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ. ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ അല്ല, ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. എന്താണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്? അതായത് ആ ഒരു തന്നെ അവര് ബോണ്ടിന് ഏർപ്പെടുന്നു, ഹൈഡ്രജനുമായിട്ട് ബോണ്ടിന് ഏർപ്പെടുന്നു. ഓക്കെ. പിന്നെ എന്താണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്? എന്താണ്? ഏതകത്തുനിന്ന്? ഇന്റർ വേറൊരു മോളിക്യൂളുമായിട്ട്, രണ്ട് മോളിക്യൂളുകൾക്കിടയിൽ നടക്കുന്ന ബോണ്ടിങ് ആണ് ഇന്റർ. ഇൻട്രയാണ് ഉള്ളിൽ നടക്കുന്ന ഒരൊറ്റ മോളിക്യൂൾ, ഒരു സെയിം മോളിക്യൂളിൽ തന്നെ നടക്കുന്ന ബോണ്ടാണ് ഇൻട്ര. അതുപോലെ തന്നെ ഇവരുടെ ബോണ്ടിങ് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അത് ഏത് റീസൺ? What is the reason? അപ്പൊ അട്രാക്ഷൻ ഉണ്ടെന്ന് കരുതി എങ്ങനെയാണ് ബോയിലിംഗ് പോയിന്റ് അവിടെ കുറവാകുന്നത്? ഇന്റർമോളിക്കുലറിന്റെ അല്ലേ കാര്യം പറയുന്നേ? ഓക്കെ. പിന്നുള്ളത് സോല്യൂബിലിറ്റി. ഓക്കെ. സോല്യൂബിലിറ്റിയിലൂടെ സംഭവിക്കുന്നത് ഇത് പെട്ടെന്ന് വോളറ്റൈൽ ആകുന്ന ആൾക്കാരല്ലേ? വോളറ്റൈൽ ആകുവോ? പെട്ടെന്ന് ആവിയായി പോവോ? അതിലുള്ള മോളിക്യൂൾസ് എസ്കേപ്പ് ആയി പോവോ? ആവിയായി പോവോ മോളിക്യൂൾസ്? അപ്പൊ എന്താ? നോൺ വോളറ്റൈൽ അല്ലേ? സോല്യൂബിലിറ്റിയുടെ കേസ് പറ. സോല്യൂബിലിറ്റിയിൽ എന്താ നടക്കുന്നത്? സോല്യൂബിലിറ്റി ഇൻ വാട്ടർ, വാട്ട് ഹാപ്പൻസ്? ലെക്ചർ നോട്ട്സ് ഒന്നും എഴുതിയെടുത്തിട്ടില്ല അല്ലേ? എന്നാ പിന്നെ നോക്കി പറയാലോ. പിന്നെന്താ?
ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ അതെ. ബോണ്ടിങ്ങിൽ സോല്യൂബിലിറ്റിയിൽ എന്ത് സംഭവിക്കും? ഇന്റർ ആണ്, സോല്യൂബിലിറ്റി ഇൻ വാട്ടർ ആണ്. അപ്പം ഞാൻ അവിടെ പി നൈട്രോഫിനോളിനെ എടുത്തു, ഒരു ഫിനോളിനെ എടുത്തു, ഫിനോളിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്കെ. ആ തന്മാത്രകളെല്ലാം കൂടെ ബോണ്ടിൽ ഏർപ്പെട്ട് എന്താണ് അതിന് എന്താണ് സോലിബിലിറ്റി കുറയും. സോല്യൂബിലിറ്റി കുറയുമോ? അല്ലേ? സോല്യൂബിലിറ്റി കുറയുമെന്നാണ് ഞാൻ പറഞ്ഞേ. ഇന്റർമോളിക്കുലറിൽ സോല്യൂബിലിറ്റി എങ്ങനെയാ? അതല്ലേ ഞാൻ നേരത്തെ മുതലേ പറയുന്നേ. എന്തെങ്കിലും മനസ്സിലാവായിക ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇവിടെ നോക്കിക്കേ, അല്ല, ഇവിടെ ഇപ്പൊ ഈ ഇൻട്രയും തമ്മിൽ തെറ്റിട്ടുണ്ട്. ഇന്റർ എന്ന് പറഞ്ഞാൽ ഇയാളാണ്, രണ്ട് മോളിക്യൂളുകൾക്ക് ഇടയിൽ നടക്കുന്ന ആളാണ് ഇന്റർ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഉള്ളില് ഒരൊറ്റ ആളില് നടക്കുന്നതാണ് ഇൻട്രാ. മനസ്സിലായി. ഇവിടെ ഇപ്പൊ ഈ ഒരു മോളിക്യൂൾ ഇങ്ങനെ നിൽക്കുകയാണ്, അതാ ഈ മോളിക്യൂൾ ഇങ്ങനെ നിൽക്കുക, ഇതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നതെന്നാ ഞാൻ പറഞ്ഞേ. സോലിബിലിറ്റി കൂടും. എന്തുകൊണ്ട്? ആ ഒരു ബോണ്ടിങ്ങിന്റെ അതായത് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിന്റെ കാരണം എന്താ അവിടെ സംഭവിക്കുന്നത്? ഇന്റർമോളിക്കുലർ എന്താ അവിടെ നടക്കുന്നത്? കാരണം ഇവിടെ ഹൈഡ്രജൻ നോക്കുമ്പോ എന്താ വാട്ടർ ആണ് വരുന്നത്. വാട്ടറിൽ ആരാ ഉള്ളത്? ഹൈഡ്രജനും ഓക്സിജനുമാണ്. ഹൈഡ്രജൻ അപ്പൊ എന്ത് ചെയ്യും? മെല്ലെ പോയി ഈ ഓക്സിജനുമായിട്ട് ഒരു ബോണ്ട് അവിടെ ഫോം ചെയ്യും. ആ ബോണ്ടിനെയാണ് നമ്മൾ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു അട്രാക്ഷൻ നടക്കുകയാണ്. അവിടെ ഒരു മോളിക്യൂൾ അവിടെ അപ്പം പെട്ടെന്ന് എന്ത് ചെയ്യും? ഡിസോൾവ് ആകും. ഈ രണ്ട് മോളിക്യൂൾസ് അവിടെ ബോണ്ട് വന്നില്ലേ, അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ഡിസോൾവ് ആകും, വാട്ടറിൽ ഡിസോൾവ് ആകും ഫിനോൾ. അതുകൊണ്ടാണ് സോല്യൂബിലിറ്റി കൂടുന്നത്. ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ. ഇനി അടുത്തത് പറയും. നോൺ സ്റ്റീം വോളറ്റൈൽ ആണ്. കാരണം ഇവരുടെ മോളിക്യൂൾ ഇവര് ഓൾറെഡി ഒരു ബോണ്ടിങ്ങിൽ നിൽക്കല്ലേ, അപ്പൊ സ്ട്രോങ് അല്ലേ, ആ മോളിക്യൂൾസ് തമ്മിൽ സ്ട്രോങ് അല്ലേ, അതുകൊണ്ട് തന്നെ അവർ അതിലുള്ള മോളിക്യൂൾസ് എന്ത് ചെയ്യില്ല, ആവിയായി വേഗം പോത്തില്ല. അതുകൊണ്ടാണ് നോൺ സ്റ്റീം വോളറ്റൈൽ ആണെന്ന് പറയുന്നത്. ഇനി പറ. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്രാമോളിക്കുലർ ആകുമ്പോൾ അട്രാക്ഷൻ ഹൈഡ്രജൻ ബോണ്ടിങ് അട്രാക്ഷൻ കുറവായിരിക്കും. എന്തുകൊണ്ടാണ് കുറവ്? ഹൈഡ്രജൻ ബോണ്ടിങ് അട്രാക്ഷൻ കുറവ് വരാൻ കാര്യം എന്താ? കാരണം ഓക്സിജനും ഹൈഡ്രജനും അത് ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് വീക്കർ ആയിരിക്കും. കാരണം വീക്കർ ആവാനുള്ള റീസൺ എന്തുകൊണ്ടാ? ഇവര് സ്ട്രോങ് ആണ്, ബട്ട് ഇവര് വീക്കർ ആണ്. വൈ ദിസ് മോളിക്യൂൾ ഇസ് വീക്കർ? വേറൊരു പുറത്തൊരു മോളിക്യൂൾ അല്ലേ, അതായത് അതിനകത്തുള്ള ആളല്ലല്ലോ. ഏത്? ഇന്ററോ ഇൻട്രായോ? ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നോക്കി പറ. ഇൻട്രായാണോ ഇന്റർ ആണോ? ഷെയർ ചെയ്യുന്ന കാണുന്നില്ലേ? അത് നോക്കി പറ. ഇന്റർമോളിക്കുലർ ഇന്റർമോളിക്കുലർ ആണോ വീക്കർ? ഇന്റർ കാസ്റ്റ് എന്ന് ആലോചിക്കുക. രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള കാസ്റ്റ് അവർ തമ്മിൽ മാരേജ് ചെയ്യുന്നു. ഇന്റർ കാസ്റ്റ് മാരേജ് എന്നൊക്കെ കേട്ടില്ലേ? ഇന്റർമോളിക്കുലർ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസ്. ഇൻട്രാ എന്ന് പറഞ്ഞാലാണ് ഉള്ളില്. ഈ പറയുന്ന ഹൈഡ്രജനും തമ്മിലുള്ള ബോണ്ട് വീക്കറാണ്. അതുകൊണ്ട് തന്നെ കാരണം
ഈ കാരണം ഇന്റർ മെത്തേഡ് ആ ഒരു അട്രാക്ഷൻ വേറൊരു മോളിക്യൂളായിരിക്കും. ഉം. രണ്ട് ഡിഫറെന്റ് മോളിക്യൂൾസുകൾക്ക് ഇടയിൽ നടക്കുന്നതായിരിക്കും ഇന്റർ. ആ. ഉം. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ബോയിലിംഗ് പോയിന്റ് കുറവോ? ഇന്റർ മോളിക്കുലറിൽ ബോയിലിംഗ് പോയിന്റ് കുറവാണോ? ആ. ഓക്കെ, അവരുടെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. പിന്നെ ഇവര് പെട്ടെന്ന് ആവിയായിട്ട് പോകുന്ന ആൾക്കാരല്ല. നോൺ വോളന്റൈലായിരിക്കും. നോൺ വോളന്റൈൽ ചെയ്യുള്ളതായിരിക്കും. ഓക്കെ. സോലബിലിറ്റി അവർക്ക് പെട്ടെന്ന് സോൾബിൾ ആവില്ല. ആര് പെട്ടെന്ന് സോല്യൂബിൾ ആവില്ല? ഇൻട്രാ മോളിക്യൂള് സോല്യൂബിൾ ആവില്ല. ഇൻട്രാ എന്തുകൊണ്ടാണ് സോല്യൂബിൾ അല്ലാത്തത്? അശ്വിൻ, ഇൻട്രാ അപ്പൊ എന്ത് നടക്കും? ഫോം ചെയ്യുന്നത് പുറത്തല്ലല്ലോ, അകത്ത് തന്നെയല്ലേ ബോണ്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ആസ് എ റിസൾട്ട് എന്താ സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻസ്? കാരണം സ്ട്രോങ്ങോ? വെട്ടുന്നത് ആവിയായിട്ട് പോവാൻ പറ്റും. ദെൻ സോല്യൂബിലിറ്റി എന്തായിരിക്കും? സോല്യൂബിലിറ്റി കുറവാണെങ്കിൽ പെട്ടെന്ന് ഡിസോൾവ് ആകുമോ? സോല്യൂബിലിറ്റി കുറവാണെങ്കിൽ ഡിസോൾവ് ആവത്തില്ല. വൈ സോല്യൂബിലിറ്റി കുറവ്? എന്തുകൊണ്ടാ സോല്യൂബിലിറ്റി കുറവാകുന്നത്? അപ്പൊ ആ ബോണ്ട് എങ്ങനെയായിരിക്കും? ഇൻട്രാമോളിക്കുലർ ആണ്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അത്ര ഈ ബുദ്ധിമുട്ടില്ല അവിടെ. ആ ഒരു ബോണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല, ഈസിയാണ് അല്ലേ? സ്ട്രോങ്ലി അട്രാക്ട് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് അവിടെ എന്താ ഈസി എന്താണ് ആവില്ല. കാരണം ഇന്റേണൽ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും, അത്ര സ്ട്രോങ് അല്ല. മോളിക്യൂൾസ് ഈസിലി എസ്കേപ്പ് ചെയ്യാൻ പറ്റും. കാരണം എന്തുകൊണ്ടാ? OH ഗ്രൂപ്പ് ഇന്റേണലി ബിസിയാണ്. അതുകൊണ്ട് തന്നെ വാട്ടറിനോട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ ഹൈഡ്രജൻ അവിടെ ഫ്രീ അല്ല, അല്ലേ? അതുകൊണ്ട് തന്നെ വാട്ടർ സോല്യൂബിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ആയിരിക്കും. ക്ലിയർ ആണോ? ഇത് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയുന്നില്ലല്ലോ അശ്വിൻ.